Today I am going to discuss about the second part of the video, how to take the BS out of business speak by Bob Wilfong. സോ ഈ ഒരു വീഡിയോയിൽ സെക്കൻഡ് പോസിബിൾ റീസണിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നേരത്തെ എമിലിക്ക് ഉണ്ടായ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ 5 ആൾക്കാർ എമിലിയോട് അങ്ങനെ ആ രീതിയിലുള്ള BS വേർഡ്സ് ഒക്കെ അധികം യൂസ് ചെയ്തത്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് മേ ബി ദേ വാണ്ടഡ് ടു എക്സാമിൻ ഫ്രം ഹർ ഹൗ മച്ച് ദേ ന്യൂ എബൌട്ട് ദ ബിസിനസ്. അതല്ല, ഹൗ മച്ച് ഷീ ആണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഈ ഒരാൾക്ക് എമിലിക്ക് എത്രമാത്രം ഈ ഒരു ബിസിനസ് വേൾഡിനെ പറ്റി ധാരണയുണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ കാര്യമായിട്ട് അറിയാൻ ആകാം മേ ബി ഇതേപോലെയുള്ള BS വേർഡ്സ് യൂസ് ചെയ്തത്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. മേ ബി ഡയറക്റ്റ് ആയിട്ട് എമിലിയോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുക: എക്സ്ക്യൂസ് മീ എമിലി, ക്യാൻ യു ടെൽ മീ ഹൗ മച്ച് എക്സ്പീരിയൻസ് യു ഹാവ് ഇൻ ദിസ് ഇൻഡസ്ട്രി. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ ക്ലിയർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എമിലിക്ക് പറയാൻ കഴിയും. പക്ഷേ ഒരുപാട് BS വേർഡ്സൊക്കെ യൂസ് ചെയ്ത് എമിലി അവരുടെ ധാരണ എത്രമാത്രം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് എക്സ്പേർട്സൊക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സാണ് അവിടെ ആദ്യം യൂസ് ചെയ്തത്. ഓക്കെ, ദെൻ they used BS as a way to keep Emily apart from them rather than bring them together. അപ്പോൾ ഇവിടെ ആ ഒരു ബിസിനസ് വേൾഡിലേക്ക് എൻ്റർ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ ഒരു വേൾഡ് ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ തെളിയിക്കുക, അല്ലെങ്കിൽ അവർക്ക് അത്രമാത്രം നോളജ് ഉണ്ടോ എന്നറിയുക. അതായിരുന്നു അവർ ആദ്യം ചെയ്തത്. പക്ഷേ ഇവിടെ സ്പീക്കർ പറയുന്നത് എമിലിയോട് ആ രീതിയിൽ സംസാരിക്കരുതായിരുന്നു, ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള വേർഡ്സിൽ ഉപയോഗിക്കാമായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലെ ഒരു ഡിക്ഷണറി, ടേംസിൻ്റെയൊക്കെ ഒരു ഡിക്ഷണറി അവർക്ക് കൊടുക്കാമായിരുന്നു. ഈ രീതിയിലുള്ളൊരു ലാംഗ്വേജ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ആ ഡിക്ഷണറി ചെക്ക് ചെയ്യുമ്പോൾ ഈ വേർഡ്സിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടാകുമായിരുന്നു. സോ അതാണ് സെക്കൻഡ് റീസൺ, അതായത് എമിലിയുടെ നോളജ് എത്രമാത്രം ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. തേർഡ് പോസിബിൾ റീസൺ എന്ന് പറയുന്നത്, why these oil executives behaved in that way is that they were just jerks. മേ ബി തേർഡ് റീസൺ എന്ന് പറയുന്നത് ജേർക്സ് എന്ന് പറയുന്നതിന് 2 മീനിങ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ആസ് എ പേഴ്സൺ നോക്കുവാണെങ്കിൽ ഒരു അനോയിങ് അല്ലെങ്കിൽ ഒരു ഫൂളിഷ് പേഴ്സൺ, ഇങ്ങനെ ആൾക്കാരെ ദേഷ്യം പിടിപ്പിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒന്നും അറിവില്ലാത്ത ഫൂളിഷ് പേഴ്സൺസ്, അവരെ ജേർക്സ് എന്ന് വിളിക്കും. അപ്പോൾ ആ കൂട്ടത്തിലുള്ളവർ ആ രീതിയിലുള്ള ജേർക്സ് ആകാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ബിഹേവ് ചെയ്തത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ മെയിനായിട്ടുള്ള 3 ടേക്ക് അവേസിനെ പറ്റിയിട്ടാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് ഫോർ അസ് ടു തിങ്ക് ആസ് അവർ ഫസ്റ്റ് ടേക്ക് എവേ ഓഫ് ഹൗ ടു ടേക്ക് BS ഔട്ട് ഓഫ് ബിസിനസ് സ്പീക്ക്. ഓക്കെ, ഏതൊക്കെ രീതിയിൽ നൊവേലായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ സംസാരിക്കാം, അവിടെ ബിസിനസ് വേൾഡിൽ യുണീക്കാകാം. അപ്പോൾ ആദ്യം പറയുന്നൊരു പോയിൻ്റ്, ആദ്യത്തെ ഫസ്റ്റ് ടേക്ക് അവേ ഓഫ് ഹൗ ടു ടേക്ക് BS ഔട്ട് ഓഫ് ബിസിനസ് സ്പീക്ക് എന്ന് പറയുന്നത്, യൂസ് BS ടു ബി ഇൻക്ലൂസീവ് ആൻഡ് നോട്ട് എക്സ്ക്ലൂസീവ്. Don't be jerk. If you can explain something in common language, that is a victory. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ജേർക്സ് അതുപോലെ ആകരുത്. നമ്മൾക്ക് കോമൺ ലാംഗ്വേജിൽ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, അതൊരു വിക്ടറി തന്നെയാണ്. അതായത് മനസ്സിലാകാത്ത ഡിഫിക്കൾട്ടായിട്ടുള്ള ഇതേപോലത്തെ വേർഡ്സ് ഒന്നും അധികം യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഇൻക്ലൂസീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പണായിട്ട് നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ട് ആ രീതിയിലുള്ള ഒരു സംസാര രീതി, അതാണ് ഇൻക്ലൂസീവ്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഒരു എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. അപ്പം വി ഷുഡ് ബി ഇൻക്ലൂസീവ് ദാൻ എക്സ്ക്ലൂസീവ് എന്നാണ് ആദ്യത്തെ ടേക്ക് അവേ പറയുന്നത്. ബിസിനസ് സ്പീക്കിൽ ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും കൂടെ പറയാം, ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓപ്പൺ ആയിട്ടൊരു ഫ്രണ്ട്ലി അപ്രോച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഒരു റെസ്ട്രിക്റ്റഡ്, നമുക്ക് അടുക്കാൻ പറ്റാത്തൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു ടോക്ക്, വേർഡ്സ് ആണെങ്കിലും പലതും മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു ടോക്ക്, അതിനെ വേണമെങ്കിൽ എക്സ്ക്ലൂസീവ് എന്ന് എടുക്കാം. അതാണ് ഫസ്റ്റ് ടേക്ക് അവേ. വി ഷുഡ് ബി ഇൻക്ലൂസീവ് ദാൻ എക്സ്ക്ലൂസീവ് എന്നാണ് ആദ്യത്തെ ടേക്ക് അവേ പറയുന്നത്.
ദ സെക്കൻഡ് ടേക്ക് അവേ ഓഫ് ഹൗ ടു ടേക്ക് BS ഔട്ട് ഓഫ് ബിസിനസ് സ്പീക്ക്. ഇനി അടുത്തത് സെക്കൻഡ് ടേക്ക് അവേനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ടു എക്സ്പ്രസ് ഫ്രഷ് ഐഡിയാസ് വിത്തൗട്ട് ബിസിനസ് ക്ലീഷേസ് ഓർ ബിഗ് വേർഡ്സ് ദാറ്റ് യുവർ ഓഡിയൻസ് മേ നോട്ട് അണ്ടർസ്റ്റാൻഡ്. ക്ലീഷേ എന്ന് പറഞ്ഞാൽ അറിയാലോ, റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പദങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ, ടോക്കുകൾ, അതാണ് ക്ലീഷേ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് സ്പീക്കിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടാകും. അതെങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുക, അങ്ങനെ ചെയ്യരുത്. ഓരോരുത്തരെ യുണീക്ക് ആവണമെങ്കിൽ അവരവർക്ക് ഫ്രഷ് ഐഡിയാസ് വേണം. ഓക്കെ, അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇവിടെ സെക്കൻഡ് ടേക്ക് അവേ ആയിട്ട് പറയുന്നത്. നമ്മളുടെ മുമ്പിൽ ഓഡിയൻസ് ആരായിക്കോട്ടെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുക, മനസ്സിലാവാത്ത വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഹി എക്സ്പ്ലെയിൻഡ് ഇറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ ഫ്രം ഓൺ എക്സ്പീരിയൻസ്. അപ്പോൾ അത് ഒരു സ്വന്തം സ്പീക്കർക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ ഓഡിയൻസിനോട് ഷെയർ ചെയ്യാണ്. സ്പീക്കർ യൂസ്ഡ് ടു വർക്ക് ഫോർ ദ ഡെയിലി ഷോ വിത്ത് ജോൺ സ്റ്റവാർഡ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ബോബ് വിൽഫോങ് സ്പീക്കർ ഡെയിലി ഷോ എന്ന് പറയുന്ന അതൊരു ടെലിവിഷൻ ഷോയാണ്. ജോൺ സ്റ്റവാർഡാണ് അതിപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത്. അതൊരു നാഷണൽ ബ്രോഡ്കാസ്റ്റ്, അമേരിക്കയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു നാഷണൽ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ഓഫ് ദ ഡേ, ഡെയിലി നടക്കുന്ന പല കാര്യങ്ങളും സെറ്ററൈസ് ചെയ്തുകൊണ്ട് അവിടെ നടക്കുന്നൊരു ടോക്ക് ഷോയാണ്. ഒരു കോമിക്കൽ സെൻസൊക്കെ ഉള്ളൊരു ടോക്ക് ഷോയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഹി വാസ് ഇൻ്റർവ്യൂയിങ് ആൻ അക്കൗണ്ടൻ്റ്. ഒരു അക്കൗണ്ടൻ്റ് എന്നോട് ഒരു ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടാക്സ് ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹി യൂസ്ഡ് ദ വേർഡ് ഡി മിനിമിസ് ടു ഡിസ്ക്രൈബ് സംതിങ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺവേഴ്സേഷനിൽ ഡി മിനിമിസ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ബോബ് വിൽഫോങ് അയാൾ സംസാരത്തിൻ്റെ ഇടയിൽ കയറി ചോദിക്കുകയാണ്, ഡി മിനിമിസ് എന്ന് പറയുന്ന ആ ഒരു പദം ഇവിടെ ഉപയോഗിക്കാൻ എന്ത് സിഗ്നിഫിക്കൻസ് ആണ് ആ ഒരു വേർഡിന് ഇവിടെ ഉള്ളത്, പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഡി മിനിമിസിന് ഇവിടെ സ്ഥാനം ചോദിക്കുകയാണ്. ഹി സെഡ് ഇറ്റ് മീൻസ് എ സ്മോൾ ഇമ്മെറ്റീരിയൽ. അതായത് ഡി മിനിമിസിൻ്റെ അർത്ഥം ഇതാണ്, ഒരു സ്മോൾ ഇമ്മെറ്റീരിയൽ ആയ ഒരു ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്മോൾ ആ രീതിയിലുള്ളൊരു മീനിങ് ആണ് ഡി മിനിമിസിന് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അത് യൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായിട്ട് ഇത്രേ പറയാനുള്ളൂ. ഇറ്റ് സൗണ്ടഡ് ഗുഡ്, നല്ല കേൾക്കുമ്പോൾ ഒരു ഇമ്പ്രഷനൊക്കെ ഉള്ളൊരു വേർഡ് എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചു എന്നതേ ഉള്ളൂ. In reality, it is a cool word, de minimis, and the speaker says he feels guilty of using such words in a business meeting where he was unsure about own status in that room. അപ്പോൾ ഇവിടെ സ്പീക്കർ ബോബ് വിൽഫോങ് പറയാണ്, അവരാണെങ്കിൽ ഇതേപോലെയുള്ള ഒത്തിരി വേർഡ്സ് ഉണ്ട്, അതൊന്നും ആവശ്യമില്ലാതെ ഉപയോഗിക്കില്ല. കാരണം ഒരു ബിസിനസ് മീറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ തന്നെ പോലെ ഒരു സ്ഥാനമുള്ള ഒരേ പോലത്തെ ഒരു മീറ്റിംഗ് ആയിരിക്കും. ഒരുപാട് ബിസിനസ് പീപ്പിൾ അവിടെ ഉണ്ടാകും. അപ്പോൾ അവിടെ താൻ റെലവൻ്റ് ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്ത് ഞാൻ സംസാരിക്കുകയുള്ളൂ. കാരണം എനിക്ക് എൻ്റെ സ്ഥാനം അവിടെ ആ ഒരു ബിസിനസ് മീറ്റിങ്ങിൽ എന്താണ്, ഇനിയിപ്പം എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുക, അങ്ങനത്തെ കുറേ സംശയങ്ങൾ, തൻ്റെ ഓൺ സ്റ്റാറ്റസ് അവിടെ കൺഫ്യൂഷൻ ആകുന്ന ഒരു സ്റ്റേറ്റിലാണ് താൻ ഇരിക്കുന്നതെങ്കിൽ അവിടെ താൻ സംസാരിക്കുമ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള വേർഡ്സ് മാത്രമാണ് അവിടെ യൂസ് ചെയ്യുക, ആവശ്യമുള്ള വേർഡ്സ് മാത്രം. ഓക്കെ, മേ ബി താൻ വേറൊരു ടേം അവിടെ യൂസ് ചെയ്തേക്കാം, EBITDA. അതൊരു കോമൺ ബിസിനസ് അക്രോണിമാണ്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സസ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഓക്കെ, അപ്പോൾ അത് ടാക്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ്. ആ പെർട്ടിക്കുലർ വേർഡ് വേണമെങ്കിൽ ഈ ആ ഒരു ടോക്കിൽ, ടാക്സ് റിലേറ്റഡ് ടോക്കിൽ യൂസ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരില്ല. ഓക്കെ, ദാറ്റ് പെർട്ടിക്കുലർ അക്രോണിം ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു ദാറ്റ് ടോപ്പിക്. അപ്പോൾ ഇവിടെ സ്പീക്കർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ സംസാരിക്കുമ്പോൾ ആ പർട്ടിക്കുലർ ടോപ്പിക് അതിനെപ്പറ്റി മാത്രം സംസാരിക്കുക, റിലേറ്റഡ് ടേംസ് അവിടെ കൊണ്ടുവരിക. ഭംഗിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ജനറലായിട്ടുള്ള അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള വാക്കുകൾ അവിടെ എടുത്തിടേണ്ട കാര്യം ഇല്ല. അതേപോലെ തന്നെ മേ ബി ആ ഒരു ഡി മിനിമിസ് എന്ന് പറയുന്നത് ബിസിനസ് വേൾഡിലൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇതിനകത്ത് ഭയങ്കര
ടോപ്പ് ഇതിൽ നിൽക്കുന്ന ഒരു വേർഡായിരിക്കാം. അതുകൊണ്ട് അത് നമ്മളുടെ ഒരു യൂണീക്ക് ടോക്കിൽ അങ്ങനത്തെ ടേംസ് എന്ന് പറയുന്നത് റിലേറ്റഡ് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. യു ക്യാൻ എക്സ്പ്രസ് ഫ്രഷ് ഐഡിയാസ് വിത്തൗട്ട് യൂസിങ് സ്റ്റെയിൽ ബിസിനസ് ക്ലീഷേസ്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഫ്രഷ് ഐഡിയാസ് കൊണ്ടുവരാം. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള ബിസിനസ് ക്ലീഷേഴ്സ് ഒന്നും അധികം നമ്മൾ കൊണ്ടുവരരുത്. അതേപോലെ വലിയ വലിയ വാക്കുകളുണ്ടാവും. കേൾക്കുന്ന ഓഡിയൻസിന് മനസ്സിലാകാത്ത രീതിയിലുള്ള ബിഗ് വേർഡ്സ് ഒന്നും നമ്മളധികം ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് സ്പീക്കർ പറയുന്നത്. നെക്സ്റ്റ് ഹി സേസ് അബൌട്ട് എ ലേഡി. ഒരു ലേഡിയുടെ എക്സ്പീരിയൻസ് ആണ് അടുത്തത് പറയുന്നത്. ആ ഒരു ലേഡി എന്ന് പറയുന്നത് ഒരു ബിഗ് അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. ഷീ യൂസ് എ ടൺ ഓഫ് ബിസിനസ് ക്ലീഷേസ്. ഒരുപാട് ഈ ബിസിനസ് വേൾഡിൽ യൂസ് ചെയ്യുന്ന റിപ്പീറ്റഡ് വേർഡ്സ് ഫ്രേസസ് ഉണ്ട്. അതൊരുപാട് യൂസ് ചെയ്യുന്ന ഒരു ലേഡീനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഷീ ടോൾഡ് ദ സ്പീക്കർ വൺസ് ദാറ്റ് ഷീ ക്രിയേറ്റഡ് ഹോം മെയ്ഡ് BS ബിങ്കോ കാർഡ്സ്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഈ ലേഡി സ്പീക്കറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷീ ക്രിയേറ്റഡ് ഹോം മെയ്ഡ് BS ബിങ്കോ കാർഡ്സ്. ഓക്കെ, അപ്പം ഈ പർട്ടിക്കുലർ കാർഡ്സിൽ നമ്പറിന് പകരം യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഫ്രേസസ് ആണ്. ബിങ്കോ ഗെയിം അറിയാലോ, ഈ ജസ്റ്റ് ഈ തമ്പോലയൊക്കെ പോലെ തന്നെ കുറേ സ്ക്വയേഴ്സ്, പിന്നെ കുറേ നമ്പേഴ്സ് കാര്യങ്ങൾ. അപ്പോൾ ഒരു വരി ഫുള്ളും നമ്മുടേത് കംപ്ലീറ്റ് ആകുവാണെങ്കിൽ ബിങ്കോ എന്ന് നമ്മൾ പറയണം. അതായത് അവിടെ ഒരു മെയിൻ സ്പീക്കർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നമ്പേഴ്സ് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ 25 സ്ക്വയറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഒരു ലൈൻ ഫുള്ളും അടുത്തടുത്ത് കവർ ചെയ്ത് വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ആയി കഴിഞ്ഞാൽ നമ്മളവിടെ വിന്നറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിമാണ് ഈ ബിങ്കോ. അപ്പോൾ അതിൽ ഈ നമ്പേഴ്സിന് പകരം ഡിഫറെൻറ്റ് ഫ്രേസസ് യൂസ് ചെയ്ത് ഒരു BS കോൺഫറൻസ് കോളിൽ ഒരു ലേഡി അറ്റൻഡ് ചെയ്ത ഒരു ഇതാണ് ഇവിടെ പറയുന്നത് ജസ്റ്റ്. ദെൻ if we were using BS a lot of it in our business being, it may be like Shakespeare said, sound and fury signifying nothing. Sound and fury signifying nothing എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്രേസാണ്, ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് ഒരു പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ഓർ മീനിങ് അവിടെ കിട്ടണമെന്നില്ല എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ഓവർ BS വേർഡ്സ് അവിടെ യൂസ് ചെയ്തത് കൊണ്ട്. Okay, through this example, he tells about the third takeaway to keep BS out of business speak. അപ്പോൾ അടുത്തത് തേർഡ് ടേക്ക് അവേനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. He stick on with Shakespeare. Shakespeare has given us some great BS speak and stuff that allows itself to exist ഔട്ട്സൈഡ് ദ ബിസിനസ് സ്പീക്ക്. അപ്പോൾ ഷേക്സ്പിയറിനെ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഷേക്സ്പിയർ ഒരുപാട് ഇഡിയംസ് കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ബിസിനസ് സ്പീക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട്, വൈൽഡ് ഗൂസ് ചേസ് ബ്രേക്ക് ദ ഐസ് ഇൻ എ പിക്കിൾ. അപ്പോൺ ഹിയറിംഗ് these people will get a little bit experience from Shakespeare. അപ്പോൾ വൈൽഡ് ഗൂസ് ചേസ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു മീനിങ് എനിക്ക് തോന്നുന്നു ടെക്സ്റ്റിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറയുന്നത് എ കംപ്ലീറ്റ്ലി ഫ്യൂട്ടൈൽ സെർച്ച് ബിക്കോസ് ദ പേഴ്സൺ ഓർ തിങ് ബീങ് സെർച്ച്ഡ് ഫോർ ഡസ് നോട്ട് എക്സിസ്റ്റ് ഓർ ഇസ് എൽസ്വെയർ. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ടോ ഒരു വസ്തുവിന് വേണ്ടിയിട്ടോ ഇല്ലാത്ത ഒരാൾ, എക്സിസ്റ്റ് ചെയ്യാത്തൊരു തിങ്ങോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോ വേണ്ടിയിട്ടുള്ള ഒരു സെർച്ച്, അതാണ് വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറയുന്ന ഇഡിയം, അതിൻ്റെ മീനിങ്. നെക്സ്റ്റ്, ബ്രേക്ക് ദ ഐസ്. ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത് ടു മേക്ക് പീപ്പിൾ ഹു ഹാവ് നോട്ട് മെറ്റ് ബിഫോർ ഫീൽ ഓർ മോർ റിലാക്സ്ഡ് വിത്ത് ഈച്ച് അതർ. അതായത് ഇപ്പോൾ ഒരു കോൺവെർസേഷൻ തുടങ്ങുന്നതിന് മുമ്പോ ആൾക്കാരെ ടെൻഷൻ ഫ്രീ ആക്കുക, ഒന്ന് റിലീവ് ആക്കുക, ആ രീതിയിൽ, അതാണ് ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇഡിയം എന്ന് പറയുന്നത് ഇൻ എ പിക്കിൾ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലായിരിക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഷേക്സ്പിയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇഡിയംസ് ആണ്. അപ്പോൾ വി വിൽ ഗെറ്റ് എ ബിറ്റ് എക്സ്പീരിയൻസ് ഫ്രം ഷേക്സ്പിയർ. അപ്പോൾ ഷേക്സ്പിയർ ഇതേപോലെ പല കാര്യങ്ങൾ, ഡിഫറെൻറ്റ് ഫ്രേസസ്, ഇഡിയംസ് ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഹി ടെൽസ് അബൌട്ട് അനദർ കോമൺ ഫ്രേസസ് യൂസ്ഡ് ഇൻ അമേരിക്ക. അതായത് സ്വിങ് ഫോർ ദ ഫെൻസസ്, ഔട്ട് ഓഫ് ലെഫ്റ്റ് ഫീൽഡ്, റെയിൻ ചെക്ക്, ഓഫ് ബേസ്, പിഞ്ച് ഹിറ്റർ,
റൈറ്റ് ഓഫ് ദ ബാറ്റ്. അപ്പം കോമൺ ആയിട്ടുള്ള കുറച്ച് ഫ്രേസസ് അതെടുത്തിടുകയാണ്. അപ്പോൾ ഇതൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ തിങ്, ഒരു കോമൺ ഒറിജിൻ ഉണ്ടാവും. അതേതാണെന്ന് ഓഡിയൻസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഓഡിയൻസ് പറയാണ് ബേസ്ബോൾ, അതിൽ നിന്ന് വന്നിട്ടുള്ള ഫ്രേസസ് കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയാണ്. സോ ഓൾ ദീസ് ആർ ഇഡിയംസ്, ബട്ട് ഇൻ ഒറിജിനൽ വീഡിയോ ഫ്രേസസ് എന്നുള്ള രീതിയിൽ ആണ് കൊടുത്തിട്ടുള്ളത്, പറയുന്നത് ആ സ്പീക്കർ പറയുന്നത്. ഓക്കെ, അപ്പം ഇഡിയംസ് ആൻഡ് ഫ്രേസസ് തമ്മിലുള്ള ചെറിയ ഡിഫറൻസ്, ഇഡിയംസിന് ഫിഗറേറ്റീവ് മീനിങ് ഉണ്ടാവും, ഫ്രേസസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററൽ മീനിങ്ങും കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത കുറച്ച് ഇഡിയംസ് ആയിട്ട് ഇവിടെ എടുത്ത് പറയുന്നത് സ്വിങ് ഫോർ ദ ഫെൻസസ്. അപ്പോൾ ഓഡിയൻസിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇതിൻ്റെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് ഇവിടെ എടുത്ത് പറയുകയാണ്. അത് ഒരു കോമൺ ഒറിജിൻ അതിനുണ്ട്, അത് ഏതാണെന്നാണ് ഈ സ്പീക്കർ ചോദിക്കുന്നത്. സ്വിങ് ഫോർ ദ ഫെൻസസ്, ഔട്ട് ഓഫ് ലെഫ്റ്റ് ഫീൽഡ്, റെയിൻ ചെക്ക്, ഓഫ് ബേസ്, പിഞ്ച് ഹിറ്റർ, റൈറ്റ് ഓഫ് ദ ബാറ്റ്. സോ അത് ബേസ്ബോളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് നേരത്തെ പറഞ്ഞത്. അടുത്തത് സം അതർ ഇഡിയംസ് ആണ് ഇവിടെ എടുത്തിടുന്നത്. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് ലീഡിങ് ദ ബ്ലൈൻഡ്, ബൈ ദ സ്കിൻ ഓഫ് യുവർ ടീത്ത്, ഫ്ലൈ ഇൻ ദ ഓയിൻമെൻറ്റ്, നോ റെസ്റ്റ് ഫോർ വിക്ട്, റൈറ്റിംഗ് ഈസ് ഓൺ ദ വോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു കോമൺ ഒറിജിൻ എവിടെ നിന്നാണ്, അതിൻ്റെ ഒരു കോമൺ ഒറിജിൻ എവിടെ നിന്നാണെന്ന് ഓഡിയൻസിനോട് ചോദിക്കുകയാണ്. ഓഡിയൻസ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് ഫ്രം ബൈബിൾ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇഡിയംസ് ടെക്സ്റ്റിൽ അതിൻ്റെ മീനിങ്ങുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വിങ് ഫോർ ദ ഫെൻസസ്, അതിൻ്റെ മീനിങ് എന്താണ്? ടു മേക്ക് ആൻ എഫേർട്ട് ടു ഡൂ സംതിങ് ഇംപ്രസീവ് ബട്ട് ഡിഫിക്കൽട്ട് ടു അച്ചീവ്. അതാണ് സ്വിങ് ഫോർ ദ ഫെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഇതേപോലെ ഇഡിയംസ് ഇതിൻ്റെ മീനിങ്ങുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഫിഗറേറ്റീവ് മീനിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോൻ്റെ ബാക്കി തേർഡ് പാർട്ടിൽ അവൈലബിൾ ആയിരിക്കും.